പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ജീൻസ് ധരിക്കുന്ന, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധർ നമ്മളിൽ നിന്നുണ്ടാകണം. അതിന് വലിയ സഹനങ്ങളിലൂടെ മാത്രമല്ല, കുഞ്ഞു നന്മകളിലൂടെ നമുക്ക് സാധിക്കും. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് ഒരു കഥയാണ്. ഒരു കുഞ്ഞു നന്മ ചെയ്ത് സ്നേഹത്തിൻ്റെ ഒരു സ്വർഗം തീർത്ത ഒരു കുട്ടി, ആ സ്നേഹത്തിൽ വളർന്ന് ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ച ഒരു കുട്ടിയുടെ കഥ. അച്ചായ, അച്ചായ, ഒന്ന് എഴുന്നേറ്റേ. ദേ ഈ കാപ്പി കുടിച്ചിട്ട് അടുക്കള വന്ന് എന്നെ ഒന്ന് സഹായിച്ചേ. നീ അച്ചായ, അച്ചായ, ഇന്ന് നേരത്തെ പോകണ്ടല്ലേ? ഞാൻ കുറച്ച് കിടക്കട്ടെ. ആ, ഇവിടെ ഇരിക്കുവായിരുന്നോ? അടുക്കള വെള്ളം തീർന്ന്, കുറച്ച് വെള്ളം കോരുത്താ. എടി, ഞാനിത് വായിക്കുന്നത് കണ്ടോ? ഒരു മോട്ടർ വാങ്ങാൻ പറഞ്ഞു, അതും കേൾക്കത്തില്ല. ദേ വരുന്നു. അച്ചായ, അടുപ്പിലെ തീ ഒന്ന് നോക്കണേ, ഞാൻ കുഞ്ഞിന് പാലൊന്ന് കൊടുക്കട്ടെ. അച്ചായ, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? എടി, വാർത്തകളൊക്കെ ചൂടോടെ വായിച്ചെങ്കിൽ ഒരു തൃപ്തിയില്ല. ഓ, അത്രയ്ക്ക് ചൂടാണെങ്കിലേ ആ ചോറുങ്കലം കൊണ്ടുവന്ന് വെക്ക്, വെന്ത് കിട്ടുമല്ലോ. ആ, ഇവിടെ തമാശ പറയുമായിരുന്നു. ഗ്യാസിന് വില കുറഞ്ഞു. ആ, പൊന്നുസ് വന്നോ? ഇവിടെ ഇരിക്കേട്ടോ. അമ്മ ചായ ഇപ്പൊ തരാം. ഇടി, കഴിക്കാനൊന്നും ആയില്ലയോ? ആ, തരാം. പൊന്നൂസിനെ ഒരു കഥ കേൾക്കണോ? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കിളിയമ്മയും ഒരു കിളിയച്ഛനും ഉണ്ടായിരുന്നു. അമ്മക്കിളി ഒരിക്കൽ അച്ഛൻകിളിയോട് പറഞ്ഞു, നമുക്ക് വിത്ത് വിതയ്ക്കാമെന്ന്. അപ്പോൾ അച്ഛൻകിളി പറഞ്ഞു, നീ അങ്ങ് വിതച്ചാ മതിയെന്ന്. അങ്ങനെ അമ്മക്കിളി വിത്ത് വിതച്ചു. അത് വളർന്നപ്പോൾ കൊയ്യാമെന്ന് അമ്മക്കിളി പറഞ്ഞു. അപ്പോഴും അച്ഛൻകിളി ചെന്നില്ല. കൊയ്തെടുത്ത നെല്ല് കുത്തി അരിയാക്കാൻ വിളിച്ചപ്പോഴും അച്ഛൻകിളി ചെന്നില്ല. അരി കുത്തിപ്പൊടിയാക്കാനും പാവം അമ്മക്കിളി തനിച്ചായിരുന്നു. പക്ഷേ അമ്മക്കിളി ആ പൊടി കൊണ്ട് അപ്പം ചുട്ടപ്പോൾ അച്ഛൻകിളി കഴിക്കാൻ ചെന്നു. അപ്പോൾ അമ്മക്കിളി പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ ഇത് കഴിക്കാനും എനിക്കറിയാമെന്ന്. കിളിയമ്മ അങ്ങനെ പറയുകയുള്ളൂ, ചെയ്യില്ല. പറയാനല്ലേ പറ്റൂ.
അച്ഛായ ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം കാണി. പൊന്നൂസ് ചായ കുടിച്ച കപ്പ് കഴുകി വെച്ചേക്കുന്നു. വാ കാണിക്കാം. എനിക്ക് സന്തോഷമായി. അവനെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. എടീ, ഇനി ഞാൻ ചെയ്യാം. വേണ്ട, ഞാൻ ചെയ്തോളാം. നീ അങ്ങോട്ട് മാറി. ഇന്നത്തെ ജോലി ഞാൻ ചെയ്യാം. ഇതെന്ത് പറ്റി? ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലിയൊക്കെ ഉള്ളൂ. അതെ അച്ഛായ, ഞാൻ ഈ വിളിക്കുന്നത് ഇവിടെ ജോലി ചെയ്യാനൊന്നുമല്ല, എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ കരുതാം. ഞാൻ വെച്ചോളാവേ. അച്ഛായ, ആ പാത്രം അവിടെ വെച്ചേരെ, ഞാൻ കഴുകിക്കോളാം. ആ കൊച്ചുകുട്ടി ഒരു പ്രവാചകനെ പോലെ എല്ലാം മുൻകൂട്ടി കണ്ടു. അവൻ ആ ഭവനത്തിൽ വിതച്ചത് സ്നേഹത്തിൻ്റെ വിത്തുകളായിരുന്നു. ആ സ്നേഹത്തിൽ തഴച്ചു വളർന്ന് അവൻ തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ചു. വളർന്നപ്പോൾ അവനൊരു വൈദികനായി. ആ കുട്ടി ഞാനായിരുന്നു. ഇത് എൻ്റെ ജീവിതമാണ്.